സത്യം പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചെറുപ്പകാലം മുതൽ നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും നമ്മളെ പഠിപ്പിച്ചത് സത്യം മാത്രമേ പറയാവൂ, സത്യമേ ജയിക്കൂ എന്നാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഓഫീസ് മുറികളിലോ സുഹൃദ് വലയങ്ങളിലോ കുടുംബത്തിലോ എപ്പോഴെങ്കിലും നിങ്ങൾ 100% സത്യം പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുകയോ ശകാരിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ചാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹം തികച്ചും സങ്കീർണമാണ്. ഇവിടെ ധർമ്മവും സത്യവും മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടിവരും. സത്യസന്ധത ഒരു നല്ല ഗുണം തന്നെയാണ്, പക്ഷേ അമിതമായ സത്യസന്ധത നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയേക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഭാരതത്തിലെ ഏറ്റവും മികച്ച തന്ത്രജ്ഞനും പണ്ഡിതനുമായിരുന്ന ചാണക്യന്റെ വളരെ പ്രശസ്തമായൊരു വാക്യമുണ്ട്. കാട്ടിൽ പോയി നോക്കുക, അവിടെ ഏറ്റവും നേരെയുള്ള മരങ്ങളായിരിക്കും ആദ്യം വെട്ടപ്പെടുക. വളഞ്ഞ മരങ്ങളെ ആരും പെട്ടെന്ന് വെട്ടാൻ ശ്രമിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യരുടെ കാര്യത്തിലും ഇത് അക്ഷരം പ്രതി ശരിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ യാതൊരു മറയുമില്ലാതെ മറ്റുള്ളവരോട് വിളിച്ചു പറയുന്ന പ്രകൃതമാണോ നിങ്ങളുടേത്? എങ്കിൽ അത് നിങ്ങളെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് നേരെയുള്ള മരങ്ങൾ ആദ്യം വെട്ടപ്പെടുന്നത്? ഒരു മരം വെട്ടുകാരൻ കാട്ടിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഏറ്റവും എളുപ്പത്തിൽ വെട്ടിയെടുക്കാനും കൊണ്ടുപോകാനും സാധിക്കുന്നത് നേരെ നിൽക്കുന്ന മരങ്ങളെയാണ്. വളഞ്ഞുപൊളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അവ കൊണ്ടുപോകാനും പ്രയാസമാണ്. അതിനാൽ അയാൾ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. സമൂഹത്തിലും ഇതുതന്നെയാണ് അവസ്ഥ. വളരെ ലളിതമായി ചിന്തിക്കുകയും തങ്ങളുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ മറ്റുള്ളവർക്ക് മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് സമൂഹം എളുപ്പത്തിൽ ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾക്ക് അമിതമായ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൗർബല്യങ്ങളും രഹസ്യങ്ങളും വളരെ വേഗം മറ്റുള്ളവർ മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് നേരെ തന്നെ പ്രയോഗിക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടാകില്ല. നിഷ്കളങ്കരായ ആളുകളെ എളുപ്പത്തിൽ വിഡ്ഢികളാക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് സമൂഹത്തിൽ കൂടുതലുമുള്ളത്. ഇതുവരെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവങ്ങൾ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിത് നമ്മുടെ നിത്യജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഒരു തൊഴിലിടം അല്ലെങ്കിൽ ഓഫീസ് ഉദാഹരണമായി എടുക്കാം. നിങ്ങളുടെ മേലധികാരി ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു എന്ന് കരുതുക. ആ പദ്ധതി തീർത്തും പരാജയമാണെന്നും അതിലൊരുപാട് പാളിച്ചകൾ ഉണ്ടെന്നും നിങ്ങൾക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾ അമിതമായി സത്യസന്ധത കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മേലധികാരിയുടെ ആശയത്തെ നിശിതമായി വിമർശിക്കും. ഇത് സത്യമാണെങ്കിലും നിങ്ങളുടെ മേലധികാരിക്ക് അത് വലിയ അപമാനമായി തോന്നും. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജോലിക്ക് തന്നെ അത് ഭീഷണിയായേക്കാം. ഇവിടെ സത്യം പറയരുത് എന്നല്ല അർത്ഥം, മറിച്ച് അതെങ്ങനെ, എപ്പോൾ, ആരോട് പറയണം എന്നതിലാണ് കാര്യം. നയപരമായി സംസാരിക്കുക എന്നതാണ് പ്രധാനം. ഇതേ കാര്യം തന്നെ മറ്റുള്ളവർ ഇല്ലാത്ത സമയത്ത് വളരെ ബഹുമാനത്തോടെ മേലധികാരിയോട് സൂചിപ്പിച്ചാൽ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് വ്യക്തിബന്ധങ്ങളും. നമ്മുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയേണ്ടതില്ല. അവരുടെ ചില കുറവുകൾ നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിച്ചാൽ അത് ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തും. ചില സാഹചര്യങ്ങളിൽ നിശബ്ദത പാലിക്കുന്നതാണ് അമിതമായി സത്യസന്ധത കാണിക്കുന്നതിനേക്കാൾ നല്ലത്. ആർക്കും പൂർണ്ണമായ സത്യം കേൾക്കാൻ താൽപ്പര്യമില്ല എന്ന് മനസ്സിലാക്കുക. എല്ലാവരും അവരെ പുകഴ്ത്തി കേൾക്കാനോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളെ പിന്തുണയ്ക്കുന്ന കാര്യങ്ങൾ കേൾക്കാനോ ആണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെപ്പോഴും കൈപ്പേറിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണെങ്കിൽ ആളുകൾ പതുക്കെ നിങ്ങളിൽ നിന്നും അകലാൻ തുടങ്ങും. നിങ്ങളെ ഒരു കുഴപ്പക്കാരനായി അവർ മുദ്രകുത്തും. നിങ്ങളുടെ ഉദ്ദേശ്യം എത്ര നല്ലതാണെങ്കിലും അവതരിപ്പിക്കുന്ന രീതി പരുഷമാണെങ്കിൽ അതാർക്കും സ്വീകാര്യമാകില്ല. ഒരുപാട് ആളുകൾ തങ്ങളുടെ സത്യസന്ധതയെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കാറുണ്ട്. ഞാനുള്ളതേ പറയൂ, എന്റെ മനസ്സിലും പുറത്തും ഒന്നാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. എന്നാൽ ഈ സ്വഭാവം വഞ്ചകരായ ആളുകൾക്ക് നിങ്ങൾക്കുമേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള അവസരം നൽകുന്നു. നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള പദ്ധതികൾ എന്നിവ സുതാര്യമായി എല്ലാവരോടും പറയാറുണ്ടോ? എങ്കിലോർക്കുക, ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളല്ല. ചിലർ നിങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ തുറന്ന പ്രകൃതം അവർക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിഞ്ഞാൽ അവർ അത് ചൂഷണം ചെയ്യും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചാണക്യൻ തന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി ഒരിക്കലും തന്റെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കരുത് എന്നാണ്. നിങ്ങളുടെ സ്വന്തം രഹസ്യം നിങ്ങൾക്ക് തന്നെ കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾ അത് രഹസ്യമായി വയ്ക്കുമെന്ന് എങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയും? അമിതമായി സത്യസന്ധതയുള്ള ആളുകൾ പലപ്പോഴും തങ്ങളുടെ രഹസ്യങ്ങളും മറ്റുള്ളവരുടെ രഹസ്യങ്ങളും അബദ്ധത്തിൽ പറഞ്ഞുപോകാൻ സാധ്യതയുണ്ട്. ഇത് സമൂഹത്തിൽ അവർക്കുള്ള വില കുറയ്ക്കുന്നു. ആരും അവരെ വിശ്വസിക്കാത്ത അവസ്ഥ വരും. എല്ലാ കാര്യങ്ങളും ആരോടും തുറന്നു പറയുന്നത് സത്യസന്ധതയല്ല, അതൊരു തരം മണ്ടത്തരമാണ്. ഇന്നത്തെ കാലത്ത് സമൂഹമാധ്യമങ്ങളിലും പലരും അമിതമായ സത്യസന്ധത കാണിക്കാറുണ്ട്. സ്വന്തം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും, സങ്കടങ്ങളും സന്തോഷങ്ങളും മറ്റുള്ളവർ കാണുന്ന രീതിയിൽ പങ്കുവെക്കുന്നത് വഴി പലരും സ്വയം അപകടങ്ങൾ വിളിച്ചുവരുത്തുകയാണ്.
നിങ്ങൾ ദുർബലരാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ അവർ നിങ്ങളെ എളുപ്പത്തിൽ തകർക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളെങ്കിലും പൂർണ്ണമായി രഹസ്യമാക്കി വയ്ക്കാൻ നിങ്ങൾ പഠിക്കണം. എന്ത് സംഭവിച്ചാലും അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാനുള്ള മാനസിക കരുത്ത് നിങ്ങൾ നേടിയെടുക്കണം. നാം എന്താണ് ചെയ്യേണ്ടത്? സത്യസന്ധത പൂർണ്ണമായി ഉപേക്ഷിച്ച് നുണയന്മാരായി മാറണം എന്നാണോ? ഒരിക്കലുമല്ല. ഇവിടെയാണ് നയതന്ത്രം അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധി കടന്നുവരുന്നത്. നമ്മൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ എങ്ങനെ പറയുന്നു എന്നതിലാണ് കാര്യം. സത്യം പറയേണ്ട സാഹചര്യങ്ങളിൽ അത് പറയുക തന്നെ വേണം. എന്നാൽ അതാരെയും അനാവശ്യമായി മുറിവേൽപ്പിക്കാത്ത രീതിയിലാകണം. നിങ്ങൾക്ക് ഒരു കാര്യത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് വളരെ മാന്യമായ ഭാഷയിൽ അനുകൂലമായ സാഹചര്യത്തിൽ മാത്രം പ്രകടിപ്പിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക. ചില സമയങ്ങളിൽ നമ്മളൊന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ സത്യം. വാക്കുകൾ ആയുധങ്ങളാണ്. അത് സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ അത് നമുക്ക് നേരെ തന്നെ തിരിഞ്ഞേക്കാം. ജീവിതത്തിൽ വിജയിച്ച ആളുകളെ ശ്രദ്ധിച്ചാൽ അവർ വളരെ മിതമായി മാത്രമേ സംസാരിക്കാറുള്ളൂ എന്ന് കാണാം. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചോ ചിന്തകളെക്കുറിച്ചോ ആരോടും അധികം സംസാരിക്കാറില്ല. അവർ പ്രവൃത്തിയിലൂടെയാണ് ഉത്തരം നൽകുന്നത്. അവർ നേരെ നിൽക്കുന്ന മരങ്ങളല്ല, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് വളയാനും കാറ്റിന്റെ ഗതി മനസ്സിലാക്കി നിൽക്കാനും അറിയാവുന്ന മരങ്ങളാണ്. അത്തരം മരങ്ങളെ ഒരു കൊടുങ്കാറ്റിനും എളുപ്പത്തിൽ കടപുഴക്കാൻ സാധിക്കില്ല. വെട്ടുകാരൻ വന്നാലും അവൻ ഈ മരങ്ങളെ ഭയക്കും. നിങ്ങളുടെ വ്യക്തിത്വം എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്താണ്. അത് എല്ലാവർക്കും മുന്നിൽ തുറന്നുവെക്കാനുള്ളതല്ല. വളരെ അടുത്ത, നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന വിരലിലെണ്ണാവുന്ന ആളുകളോട് മാത്രം നിങ്ങളുടെ പൂർണ്ണമായ സത്യസന്ധത കാണിക്കുക. അവരോട് നിങ്ങൾക്ക് സങ്കടങ്ങൾ പങ്കുവയ്ക്കാം, ദേഷ്യപ്പെടാം. എന്നാൽ ബാക്കിയുള്ള സമൂഹത്തോട് അവർ അർഹിക്കുന്ന രീതിയിൽ മാത്രം പെരുമാറുക. സത്യമൊരു ആയുധമാണ്. അത് എവിടെ, എപ്പോൾ, എങ്ങനെ പ്രയോഗിക്കണം എന്ന് തിരിച്ചറിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. സ്വയം ഒരു തുറന്ന പുസ്തകമാകാതിരിക്കാൻ ശ്രമിക്കുക. ചില പേജുകളെങ്കിലും ആർക്കും വായിക്കാൻ കഴിയാത്ത വിധം നിഗൂഢമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. അല്ലാത്തപക്ഷം ഈ സങ്കീർണമായ ലോകം നിങ്ങളെ വളരെ വേഗം ഇല്ലാതാക്കും. ചാണക്യൻ പറഞ്ഞതുപോലെ നേരെ നിൽക്കുന്ന മരമാകരുത്, വിവേകത്തോടെ വളയാൻ പഠിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ജീവിതാനുഭവങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സത്യം പറയാൻ പഠിക്കുന്നതിനേക്കാൾ പ്രധാനം എവിടെ നിശബ്ദനാകണം എന്ന് പഠിക്കുന്നതാണ്.